ഹൃദയതാളം. രചന സ്മിത രാജൻ പാല. അവതരണം ജോ വർഗീസ്. ബെൻ തന്റെ ലാപ്പിൽ ധൃതി പിടിച്ച് ഏതോ വർക്ക് ചെയ്യുകയാണ്. ജഹൻ 3-4 തവണ അവന് വന്ന് നോക്കി. ഒടുവിൽ അവൻ വാതിൽ കുറ്റിയിട്ട് ഇരിക്കുകയായിരുന്നു. നാളെ ഓഫീസിൽ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് ലീഗൽ എക്സ്പേർട്ട് വരുന്നതിന് മുമ്പ് തനിക്ക് തന്നെ അസൈൻമെന്റ് പൂർത്തിയാക്കണം. നാളത്തെ മീറ്റിംഗിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളാണ്, എങ്ങനെയായിരിക്കും എന്ന് പറയാൻ കഴിയില്ല. താൻ എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്ത് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും അവർക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയുക. നാട്ടിൽ നിന്ന് വരുന്നവരെ സ്വീകരിക്കുന്നതും അവരുടെ താമസവും ഭക്ഷണവും എല്ലാം തന്റെ ജോലിയാണ്. തന്നെയാണ് എല്ലാം ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. വരുന്നവരുടെ ഡീറ്റെയിൽസ് മെയിലിൽ കിടപ്പുണ്ട്. പക്ഷേ ഒന്ന് നോക്കാൻ സമയം കിട്ടിയില്ല. ജഹനാണ് എയർപോർട്ടിലേക്ക് അവരെ കൂട്ടാൻ പോകുന്നത്. തന്റെ ജോലിയുടെ കാര്യമായതുകൊണ്ട് തന്നെ അവൾ സഹായിക്കാം എന്ന് സമ്മതിച്ചു. ഏറ്റവും വലിയ ഹോട്ടൽ തന്നെയാണ് അവർക്ക് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. ജഹന്റെ മെയിലിലേക്ക് അത് ഫോർവേഡ് ചെയ്തതുകൊണ്ട് അവൾക്ക് അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിയാം. അവർ വരുന്നതിന് മുമ്പ് തന്നെ തനിക്ക് ഇതെല്ലാം ശരിയാക്കിയേ മതിയാവൂ. രാവിലെ തന്നെ ജഹൻ ഡ്രൈവറുമായി എയർപോർട്ടിലേക്ക് പോയി. അവളുടെ കയ്യിൽ മിസ് ചമേലിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്ലക്കാർഡ് ഉണ്ടായിരുന്നു. ചമേലിയും ജസ്റ്റിനും സോഫിയയും ഇറങ്ങി വന്നപ്പോൾ തന്നെ അത് കണ്ടിരുന്നു. അവർ വേഗം ജഹന്റെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് ചമേലി സ്വയം പരിചയപ്പെടുത്തി. ചമേലിക്ക് അവളെ കണ്ടപ്പോൾ മുതൽ ഏതോ ഒരു പരിചയം പോലെ തോന്നിയിരുന്നു. പക്ഷേ എവിടെ വെച്ച് എന്നറിയില്ല. ചിലപ്പോ തോന്നലാവാം എന്ന് വിചാരിച്ചു. വണ്ടിയിൽ വെച്ച് അവർ പരിചയപ്പെട്ടു. ഹോട്ടൽ റൂമിൽ എല്ലാ സൗകര്യങ്ങളും അവൾ ഒരുക്കിയിരുന്നു. ഒടുവിൽ യാത്ര പറഞ്ഞ് അവൾ വീട്ടിലേക്ക് പോയി. ജഹന് ചമേലിയുടെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നിയിരുന്നു. അങ്ങനെ ആരോടും അവൾക്ക് തോന്നാറില്ല. ഒറ്റപുത്രിയായി വളർന്നത് കൊണ്ടാവാം ആരോടും ഒരു അറ്റാച്ച്മെന്റും ഇല്ലായിരുന്നു. ബെൻ ഓഫീസിൽ പോകാൻ തയ്യാറാവുകയായിരുന്നു. അപ്പോഴാണ് താഴെ ജഹന്റെ അമ്മയുടെ നിലവിളി കേട്ടത്. അവൻ വേഗം താഴേക്ക് ചെന്നു. ജഹൻ തലകറങ്ങി വീണതാണ്. അവൻ അവളുമായി വേഗം ആശുപത്രിയിലേക്ക് പോയി. കൂടെ അവളുടെ പപ്പയും അമ്മയും ഉണ്ടായിരുന്നു. ബെന്നിന് അത്യാവശ്യമായി ഓഫീസിലേക്ക് പോകണമായിരുന്നു. എങ്കിലും ഡോക്ടറെ കണ്ടിട്ട് പോകാനായി അവൻ കാത്തുനിന്നു. അപ്പോഴേക്കും ഓഫീസിൽ നിന്ന് വിളി വന്നിരുന്നു. ജഹന് ബോധം വന്നതുകൊണ്ട് അവളോട് പറഞ്ഞിട്ടാണ് അവൻ പോയത്. ബ്ലഡ് റിസൾട്ട് വരാതെ എന്താണ് എന്ന് പറയാൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ അവൻ ഓഫീസിലേക്ക് പോയി. അരമണിക്കൂറിന് ശേഷം ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഡോക്ടർ ജഹന്റെ മുമ്പിലേക്ക് വന്നത്. അവൾ 3 മാസം ഗർഭിണിയായിരുന്നു. ജഹൻ അത്യധികം സന്തോഷത്തോടെ ബെന്നിനെ വിളിക്കാൻ തുടങ്ങിയെങ്കിലും അന്നത്തെ തിരക്കറിയാവുന്നത് കൊണ്ട് വേണ്ട എന്ന് വെച്ചു. താമസിയാതെ തന്നെ 3 പേരും കൂടി വീട്ടിലേക്ക് പോയി. ജഹൻ അത്യധികം സന്തോഷത്തോടെയാണ് വീട്ടിലെത്തിയത്. ബെഡ്റൂമിലേക്ക് പോകും വഴിയാണ് ബെന്നിന്റെ ഓഫീസ് റൂം അടച്ചിട്ടില്ല എന്നവൾക്ക് മനസ്സിലായത്. കാരണം അവിടെ ജോലി ചെയ്യുന്നതിനിടയിലാണ് തനിക്ക് തലകറക്കമുണ്ടായത്. അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. അത് അടച്ചിടാമെന്ന് കരുതി ജഹൻ ആ റൂമിലേക്ക് ചെന്നു. അപ്പോഴാണ് മേശയിൽ ഒരു ഫോട്ടോ ഇരിക്കുന്നത് കണ്ടത്. അവൾ അതെടുത്തു നോക്കി. അവളുടെ ശരീരം ഒന്ന് വിറച്ചു. കാരണം ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്ന പെൺകുട്ടി അവൾ എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന അതേ ആളായിരുന്നു. അവൾ വീണ്ടും വീണ്ടും ആ ഫോട്ടോ നോക്കി. അത് തിരിച്ചു നോക്കിയപ്പോഴാണ് പിൻവശത്ത് എന്തോ എഴുതിയിരിക്കുന്നത് കണ്ടത്. പാതി ഭാഗവും മാഞ്ഞു പോയിരിക്കുന്നു. എങ്കിലും അവൾ അത് വായിക്കാൻ ശ്രമിച്ചു. ബെൻ, എൻ്റെ പ്രണയമാണ് നീ. പ്രണയം ഇത്ര മനോഹരമാണെന്ന് ഞാൻ അറിഞ്ഞത് തന്നെ നിന്നിലൂടെയാണ്. ഈ ഫോട്ടോ നമ്മൾ ഹിമാലയത്തിൽ പോയപ്പോൾ എടുത്തതാണ്. വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഹിമാലയ യാത്രയുടെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കാൻ നിനക്കിത് വേണം എന്ന് പറഞ്ഞപ്പോൾ നീ എന്നിൽ നിന്ന് അകന്നു പോകുമോ എന്നെനിക്ക് ഭയമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചാൽ മരിച്ചുപോയ ചമേലിയെ കാണാൻ നീ ഒരിക്കലും വരരുത്. അതിൻ്റെ താഴെ ഡേറ്റും എഴുതിയിട്ടുണ്ടായിരുന്നു. ജഹൻ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന കസേരയിലേക്ക് ഇരുന്നു പോയി. അപ്പോൾ താനുമായുള്ള വിവാഹത്തിന് സമ്മതിക്കുന്നതിന് മുമ്പ്
അവനൊരു പ്രണയം ഉണ്ടായിരുന്നു. അതാണ് ചമേലി. ചമേലിയുമായി അവന് കോണ്ടാക്റ്റ് ഇല്ല എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ അവൾ ഇന്ന് വരുന്ന കാര്യം അവൻ അറിയുമായിരുന്നു. അവർ വീണ്ടും കണ്ടുമുട്ടും. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ചമേലിയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഈ ഫോട്ടോ സൂക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. ജഹൻ ഫോട്ടോ അവിടെ വെച്ച് മുറിയടച്ച് പുറത്തേക്കിറങ്ങി. അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. ബെൻ അവളെ വിട്ടു പോകുമോ എന്നൊരു പേടി. ജഹൻ വേഗം ബെന്നിൻ്റെ അമ്മയായ ലിസിയെ ഫോണിൽ വിളിച്ചു. ഹലോ മോളെ, എന്തുണ്ട് വിശേഷം? സുഖല്ലേ മോൾക്ക്? കുറെ ദിവസങ്ങൾ കൂടിയാണല്ലോ അമ്മയെ വിളിക്കുന്നേ. പപ്പയും അമ്മയും സുഖമായിരിക്കുന്നോ? ഇവിടെ എല്ലാവർക്കും സുഖമാണ്. വിളിക്കാനിരുന്നത് ഒരു സന്തോഷ വാർത്ത പറയാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ആ സന്തോഷം അതുപോലെ തന്നെ പോയി. നിങ്ങളുടെ മകൻ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവൻ ആരെങ്കിലുമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നോ? നിങ്ങളായിരിക്കും നിർബന്ധിച്ചത് ഈ കല്യാണത്തിന്, അല്ലേ? നിങ്ങൾ ചതിച്ചതേ എന്നെയാണ്, അവനെയല്ല. മറ്റൊരു പെണ്ണിനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവൻ എൻ്റെ കൂടെ കഴിയുന്നത്. പിന്നെ എങ്ങനെ അവൻ എന്നെ സ്നേഹിക്കാൻ കഴിയും? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്? ഇപ്പോൾ ഞാൻ ട്രാപ്പിലായി. കാരണം ഞാൻ 3 മാസം ഗർഭിണിയാണ്. മോളെ, സത്യമാണോ ഈ പറയുന്നേ? വളരെ സന്തോഷമുള്ള കാര്യമാണല്ലോ. മോൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓർക്കാൻ ശ്രമിക്കുന്നേ? അത് എപ്പോഴോ കഴിഞ്ഞു പോയൊരു അധ്യായമാണ്. അവർ തമ്മിൽ ഇൻസ്റ്റയിൽ കണ്ട പരിചയമാന്നേ, അല്ലാതെ അത്ര വലിയ പരിചയമൊന്നുമില്ല. നിനക്കറിയായിരുന്നല്ലോ അവൻ UK-യിലായിരുന്നു. ആകെ 2 ആഴ്ചയാണ് നാട്ടിൽ വന്നത്. ഫോണിൽ കൂടിയുള്ള ബന്ധത്തിന് എത്രത്തോളം ആഴം ഉണ്ടാവും കുട്ടിയെ. ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കേണ്ട സമയമാണ്. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവരരുത് കേട്ടോ. നിന്റെ വയറ്റിൽ അവൻ്റെ കുഞ്ഞുണ്ട്. അവനും മറന്ന കാര്യങ്ങളൊക്കെ അവനെ ഓർമ്മിപ്പിക്കരുത്. 2 ആഴ്ച ഒന്നും ചെയ്യാൻ തികയില്ല എന്നാണോ മമ്മി പറയുന്നേ? 2 പേരും കൂടി എവിടെയൊക്കെ കറങ്ങാൻ പോയിട്ടുണ്ടെന്ന് മമ്മിക്കറിയുമോ? അവൾ ഗർഭിണി ആയിട്ടുണ്ടോ എന്ന് മമ്മിക്കറിയാമോ? കണ്ട പെണ്ണുങ്ങളുടെ കൂടെ ഊരു ചുറ്റി നടന്ന ചെക്കനെ എൻ്റെ തലയിൽ കെട്ടിവെച്ചു അല്ലേ? നിങ്ങളെക്കൊണ്ട് ഇതിന് ഞാൻ ഉത്തരം പറയിപ്പിക്കും. മകൻ ഇങ്ങോട്ട് വന്നോട്ടെ, ഞാൻ ശരിയാക്കുന്നുണ്ട്. അത്രയും പറഞ്ഞിട്ട് അവൾ വേഗം ഫോൺ കട്ട് ചെയ്തു. വീണ്ടും അവൾ എഴുന്നേറ്റ് അവൻ്റെ മുറിയിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന അവൻ്റെ ഫയലുകളും ഡയറികളും എല്ലാം വാരിയിട്ട് പരിശോധിച്ചു. വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളുമായി കണക്ഷൻ ഉണ്ടോ എന്നറിയില്ലല്ലോ. ഓഫീസിലെ ഫയലുകൾ അവൾ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്തൊക്കെ ചെയ്തിട്ടും ദേഷ്യം അടങ്ങുന്നില്ല. ജഹൻ കണ്ണാടിയിൽ പോയി മുഖം നോക്കി. ചമേലി തന്നേക്കാൾ സുന്ദരിയാണോ? അല്ല, കുറച്ച് വെളുപ്പുണ്ടെന്നേ ഉള്ളൂ. ബ്യൂട്ടി പാർലറിലൊന്ന് പോണം. മുഖത്ത് വല്ലാത്ത എണ്ണമയമുണ്ട്. ഗർഭിണി കൂടി ആയതുകൊണ്ട് ഇനി തൻ്റെ രൂപത്തിൽ ആകെ മാറ്റം വരും. ബെൻ തന്നെ വിട്ടിട്ട് അവളുടെ പിന്നാലെ പോകുമോ? ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. അവൻ്റെ കുഞ്ഞാണ് തൻ്റെ വയറ്റിൽ കിടക്കുന്നത്. മീറ്റിങ്ങിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി. ബെൻ തൻ്റെ പ്രസൻറ്റേഷൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ അവർക്കൊരു ഐഡിയ കണ്ടെത്താൻ സാധിക്കൂ. അതുകൊണ്ടാണ് ബെന്നിനെ തന്നെ ആ ജോലി ഏൽപ്പിച്ചത്. പെട്ടെന്ന് ഒരു ജോലിക്കാരൻ വന്ന് അവർ വരുന്നുണ്ട് എന്നറിയിച്ചു. ബോർഡ് മെമ്പേഴ്സിനോടൊപ്പം ആത്മവിശ്വാസത്തോടെ നടന്നു വരുന്നവളെ കണ്ട് ബെൻ ഞെട്ടി തരിച്ചു നിന്നുപോയി.